ക്രമനമ്പർ 478 സുകുമാരി തൈപ്പറമ്പിൽ. അവിടെ കൊടുക്കും. ക്രമനമ്പർ 479 രാധാമണി കൂട്ടുങ്കൽ. അങ്ങോട്ട് ചെന്നു വരൂ. ക്രമനമ്പർ 480 ഷൺമുഖൻ തൈപ്പറമ്പിൽ. വരൂ വരൂ. ക്രമനമ്പർ 493 അമ്മണിയമ്മ ചൂരാക്കുഴി. സുമതി ആറ്റുകാലയിൽ. ക്രമനമ്പർ 612 മോഹനൻ കൊട്ടാരത്തിൽ. സാറേ ഇത് മോഹനല്ല, ഇവന് ഈ വാർഡിലുള്ള ഇത് കള്ളവോട്ടാണ്. ഓ അത് ഇയാളാണല്ലോ തീരുമാനിക്കണേ. സാറേ കറക്റ്റാ. സാറേ നടക്കത്തില്ല സാറേ. നീയാണ് എന്നെ ഉണ്ടാക്കിയത്. ഏയ് മാന്യമായി സംസാരിക്കാം. സാറൊന്നും ഉണ്ടായിരുന്നു സാറേ. ഇവനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചില്ല സാർ. ഒന്ന് കാണണം, അവരോട് വോട്ട് ചെയ്യും. ഏത് മറ്റേ മോനാണ് അറിയുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. വണ്ടി എടുത്ത് വരണ ഓടാ. മാറി നിൽക്കണോ? നീ വോട്ട് ചെയ്യും. ആരാണ്? സൈലൻസ് പ്ലീസ്. സാറേ ഇത് കള്ളോട്ടോ സാറേ. ഇത് നിങ്ങളുടെ ഐ ഡി കാർഡ്. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടല്ലോ, പിന്നെ എന്തിനാ ഐ ഡി കാർഡ്? റോങ് ആണല്ലോ. അത് താനാണോ തീരുമാനിക്കുന്നത്? സാറ് കുമാരുടെ വാക്ക് കേട്ട് വരുന്നത് എന്നെ. ഇവനെ ഇറക്കി വിട് സാറേ.
വേണ്ട, ചെയ്യരുത്. അയാളെ വിടാനാ പറഞ്ഞേ. Shoot him. Shoot him. I say shoot him. Shoot him. Shoot him. Shoot him. ചെയ്യരുതെന്നാ പറഞ്ഞേ. I said shoot him. അയാളെ വിടാനാ പറഞ്ഞേ. വിടടാ, വെടിവെക്കുന്നവരെ. വെടിവെക്കുന്നവരെ. വിടടാ, വെടിവെക്കുന്നവരെ. Shoot him. I say shoot him. I say don't shoot him. I will shoot him. എന്താണ്? സമീപത്താണ്. ഇന്നിവിടെ ആനപ്പാറയിലെ പോളിംഗ് ബൂത്തിൽ നടന്ന കൊലപാതകത്തിന്റെ വിധി പ്രസ്താവനയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നടക്കാൻ പോകുന്നത്. ശിക്ഷ ഉറപ്പാ. ജോസിന്റെ അമ്മയുടെ ആ പെൺകൊച്ചിന്റെ കാര്യമാണ് കഷ്ടം. ബൂത്തിൽ നടന്ന അക്രമ സംബന്ധിച്ച് ജോലി കിട്ടി, കല്യാണം ഉറപ്പിച്ചു. പാവം ആ കൊച്ചൊന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു. ഇപ്പൊ കേസായി, ജയിലായി. കൊലപാതക കുറ്റമല്ലയോ? കഷ്ടം. According to the information that we have got, the judge has arrived at the court in order to deliver the final judgment. This is Shreya Menon, CNN News reporting from District Court, Ernakulam. ഈ കേസിന്റെ വാദങ്ങളും തെളിവുകളും സാക്ഷിമൊഴികളും മറ്റും പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ പ്രതികളായ മിസ്റ്റർ ജോസ്, CI പ്രവീൺ, സിവിൽ പോലീസ് ഓഫീസർ ജോർജ് കുര്യൻ എന്നിവർ കൃത്യം നടത്തിയതായി സംശയലേശമെന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പോളിംഗ് ബൂത്തിലേക്ക് ആസൂത്രിതമായി കടന്നു എന്ന് നിരപരാധിയായ ഒരു പോളിംഗ് ഏജന്റിനെ വധിക്കുകയും അത് തടയുവാൻ ശ്രമിച്ച പ്രിസൈഡിംഗ് ഓഫീസറെ അപായപ്പെടുത്താൻ ശ്രമിച്ച പശ്ചാത്തലവും ഈ കൃത്യത്തിലേക്ക് ഇവരെ നയിച്ച സാഹചര്യവും കൊല്ലപ്പെട്ട വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലവും കണക്കിലെടുത്ത് 1, 2, 3 പ്രതികൾ ചെയ്തത് തങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കുറ്റാരോപിതരായ ജോസിനെയും CI പ്രവീണിനെയും CPO ജോർജ് കുര്യനെയും ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. നമ്മുടെ ഈ നിയമത്തിൽ ഇങ്ങനൊരു വകുപ്പും കൂടി ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നല്ലേ? അവൻ ചാവണ്ടവനാ, അല്ലെങ്കിലും രക്ഷിക്കാനും ശിക്ഷിക്കാനൊക്കെ നിയമം. എല്ലാരും അവിടെ നിൽപ്പുണ്ട്, ഇപ്പൊ അങ്ങോട്ട് പോകണ്ടോ? കേട്ടോ, നിങ്ങളുടെ സ്വർഗത്തിൽ ഇനിയും കട്ടുറുമ്പുകൾ വരാതിരിക്കട്ടെ. ഇനി നിന്നെ ഞാൻ എങ്ങും വിടില്ല. എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കിട്ടണം. പഞ്ചായത്ത് രാജ് ആക്ട് നോക്കിക്കഴിഞ്ഞാലേ പ്രിസൈഡിംഗ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ പവറാണ് സാറേ. സാർ ആ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി.